പുത്തൻ പ്രതീക്ഷകളുമായി പുതുവത്സര ആഘോഷ നിറവിലാണ് ലോകം. റിപ്പബ്ലിക് ഓഫ് കിരിബാസിലെ ക്രിസ്മസ് ഐലൻഡിലാണ് 2026 ആദ്യം പിറന്നത്. ന്യൂസിലൻഡിലും പുതുവർഷമെത്തി. ഓസ്ട്രേലിയയിൽ അല്പസമയത്തിനകം പുതുവർഷമെത്തും. പുതുവർഷത്തെ വരവേൽക്കാൻ കേരളവും ഒരുങ്ങിയിരിക്കുകയാണ്. കോവളവും ഫോർട്ട് കൊച്ചിയും കോഴിക്കോടും ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ്. നിതിൻ അംബുജൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നും, ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്നും, വിപിൻ സി വിജയൻ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ചേരുകയാണ്. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, ഫോർട്ട് കൊച്ചി കേരളത്തിലെ ഏറ്റവും നന്നായി പുതുവർഷം ആഘോഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ആളുകൾ വലുതായി എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിൽ ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്താണ് ഫോർട്ട് കൊച്ചിയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ജില്ലാ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുതുവർഷാഘോഷങ്ങളുടെ കേന്ദ്രത്തിലാണ് ഞാനുള്ളത്. വെളി മൈതാനത്ത് ഇതിനും തന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രധാന കവാടത്തിൽ നമുക്ക് കാണാം ആളുകൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ഫോർട്ട് കൊച്ചിയിൽ ഈ പുതുവർഷം ആഘോഷിക്കാൻ ആളുകൾ എത്തുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകളെ പരേഡ് ഗ്രൗണ്ടിലും അതോടെ തന്നെ വെളി മൈതാനത്തുമായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉച്ചയ്ക്കൊക്കെ തന്നെ കനത്ത വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഇങ്ങോട്ടേക്ക് വന്നില്ല. ഇപ്പോൾ വെയിൽ അല്പം മാറിയിട്ടുണ്ട്. അങ്ങനെ ആളുകളൊക്കെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ പപ്പാഞ്ഞി കത്തിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. 12 മണിക്ക് പപ്പാഞ്ഞി കത്തിക്കും. പപ്പാഞ്ഞി കത്തിക്കുന്നതിന് മുന്നോടിയായി അതിനുള്ളിൽ വൈക്കോലൊക്കെ ഇപ്പോൾ നിറയ്ക്കുകയാണ്. ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ അത് ആ ഒരു വൈക്കോൽ നിറച്ച് പപ്പാഞ്ഞി കത്തിക്കാനായി തയ്യാറെടുക്കും. അതിന് മുന്നോടിയായി തന്നെ ഇവിടെ സംഗീത വിരുന്നും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഗംഭീരമായ ആഘോഷം. അതാണ് ഫോർട്ട് കൊച്ചിയിലെ ഇത്തവണത്തെ ന്യൂ ഇയർ ആയി നമ്മൾ കാണാൻ പോകുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും 24 ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 2 ഇടങ്ങളിൽ ഇത്തരത്തിൽ പപ്പാഞ്ഞി കത്തിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്നീട് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് പരേഡ് ഗ്രൗണ്ടിലെ പപ്പാഞ്ഞി കത്തിക്കുന്നത് ഒഴിവാക്കി. പക്ഷേ ഈ വെളി മൈതാനത്ത് പപ്പാഞ്ഞി കത്തിച്ചു. അപ്പോഴും അത് വലിയ വിവാദമൊക്കെയായിരുന്നു. കാരണം കോടതിയിലടക്കം പോയ സാഹചര്യമുണ്ടായി. ആദ്യം ഈ അനുമതി നിഷേധിക്കുകയായിരുന്നു. പിന്നീടാണ് കോടതിയിലടക്കം പോയിട്ട് അവർക്ക് ഈ പപ്പാഞ്ഞി കത്തിക്കുന്ന ഒരു അനുമതി തേടേണ്ടി വന്നത്. ഇത്തവണ അങ്ങനെ വിവാദങ്ങളൊന്നുമില്ല. സമാധാനപരമായി തന്നെ ഈ പപ്പാഞ്ഞി കത്തിക്കാൻ പോകുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളും ആഘോഷങ്ങളിലേക്കും പോയി കഴിഞ്ഞു. ഇതിനെ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. തൊട്ടപ്പുറമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിരുന്ന, റീൽസിലൊക്കെ കണ്ടിരുന്ന മഴമരം. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ഈ ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനം. നമുക്ക് ആളുകളോടൊക്കെ ചോദിക്കാം, നിങ്ങൾക്ക് എവിടുന്ന് വരിക? നേരത്തെ ഒന്ന് സ്ഥലം പിടിച്ചല്ലേ? ഇല്ല, ഞാനിപ്പോ തന്നെ പോവും. ഇപ്പൊ ഇവിടെ കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് കഴിയുന്ന പിന്നെ ഇവിടെ ഒട്ടും വരാനൊക്കത്തില്ല. നല്ല തിരക്കായിരിക്കും. എവിടുന്ന് വരിക? കണ്ണൂർ. ഫാമിലി ആയിട്ട് വന്ന? ഫാമിലി ആയിട്ട് എല്ലാവരും എവിടെ? കണ്ണൂര് ശ്രീകണ്ഠപുരം. ഫോർട്ട് കൊച്ചിയിലേക്ക് ആഘോഷം കാണാനായിട്ട് വന്നേ? ആഘോഷം കാണുന്നില്ല, ജോലി ചെയ്യുന്നുണ്ട്. കൊച്ചി തന്നെ ജോലി ചെയ്യുന്നു. നേരത്തെ ഇവിടെ വന്ന് ഇവിടെ അതെ. ഇവിടെ ആദ്യമായിട്ടാണോ ഫോർട്ട് കൊച്ചി? ഇല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ വർഷം ഇവിടെ ആഘോഷം ഈ സമയത്ത് ഉണ്ടായില്ല. അപ്പൊ ഇങ്ങനെ ഇവിടുത്തെ ആഘോഷം എപ്പോഴും ഒരു ഇതായിരിക്കും അല്ലേ, വൈബായി കാണാനായിട്ട് വന്നതാ. ഹാപ്പി ന്യൂ ഇയർ. ഇവിടുത്തെ ഗംഭീരാഘോഷം ഡാൻസ് കളിക്കോ? എന്തായാലും ഈ കണ്ണൂരിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ പല ജില്ലകളിൽ നിന്നും ആളുകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടുംബസമേതമല്ല ആളുകളൊക്കെ തന്നെ വരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഈ കുടുംബസമേതമൊക്കെ തന്നെ ഈ ഫോർട്ട് കൊച്ചിയിൽ ആഘോഷം കാണാനായി ഇവിടെ ആളുകൾ എത്തുന്നു. അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ആകർഷണം. ഈ കുടുംബസമേതം വരുന്ന ആളുകളൊക്കെ തന്നെ നേരത്തെ തന്നെ ഇവിടെ വന്ന് സ്ഥലം പിടിക്കുകയാണ്. കാരണം 7 മണിക്ക് ശേഷം ഒന്നും ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത ഒരു തിരക്കിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു 2 മണിയോട് തന്നെ ഈ ഗതാഗത നിയന്ത്രണമൊക്കെ തന്നെ ഇവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുടുംബം നമ്മളോടൊപ്പം ഇവിടെ കാത്തിരിക്കുകയാണ്. എവിടുന്ന് വരിക? ഞങ്ങള് തൃശ്ശൂർ ജില്ല കൊടുങ്ങല്ലൂര്. ഇവിടുത്തെ ആഘോഷം തീർച്ചയായിട്ടും ഞങ്ങളുടെ റിലേഷൻ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് സ്റ്റേ ചെയ്യാം. അതുകൂടാതെ ഇതൊക്കെ കാണാം. പപ്പാനി 3 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടാക്കിയ പപ്പാനിയാണെന്നൊക്കെ ഇങ്ങനെ പത്രത്തിലൂടെ അറിഞ്ഞു. അപ്പൊ അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. ചേച്ചി ഹാപ്പി ന്യൂ ഇയർ. ആദ്യമായിട്ടാണ്. വൈഫാണ്, വില്ലേജ് ഓഫീസറാണ്, കൊടുങ്ങല്ലൂര്. എല്ലാരും ആദ്യമായിട്ട് ഹാപ്പി ന്യൂ ഇങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ആഘോഷം നേരത്തെ കേട്ടറിഞ്ഞ് ഇവിടെ വന്നതാണ്? തീർച്ചയായിട്ടും കേട്ടറിഞ്ഞ് വന്നതാണ്. അപ്പൊ വളരെ റഷാണ്. തീർച്ചയായിട്ടും ഹാപ്പി ന്യൂ ഇയർ.
എന്തായാലും കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം ഒരു വലിയ ആഘോഷങ്ങളിലേക്ക് കാണാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കളറായിരിക്കും, നല്ല ഗംഭീരമായ വൈബായിരിക്കും ഫോർട്ട് കൊച്ചിയിൽ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ ആഘോഷവും അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആഘോഷത്തിനൊക്കെ നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കണ്ടിരുന്നു. നേരത്തെ പറഞ്ഞു, അതായത് ഉച്ചയോടുകൂടി തന്നെ ആളുകളൊക്കെ തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വൈകിട്ട് 7 മണിക്കൊക്കെ തന്നെ വലിയ തിരക്ക് ഇവിടേക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നേരത്തെ തന്നെ ഇവിടേക്ക് എത്തണമെന്ന് പോലീസും ഇതിന്റെ സംഘാടകരും ഒക്കെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതുപ്രകാരം ഈ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപ്രകാരമുള്ള ഗതാഗത നിയന്ത്രണവും സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം ഒരുക്കി കഴിഞ്ഞു. ഏതാണ്ട് 1200ഓളം പോലീസുകാരെയാണ് ഈ വെളി മൈതാനത്തും തൊട്ട് സമീപങ്ങളിലായിട്ടും വിന്യസിച്ചിരിക്കുന്നത്. ഈ ഒരു വെളി മൈതാനത്തെ ഈ പപ്പാഞ്ഞി കത്തിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു ഇറ്റാലിയൻ മാതൃകയിലുള്ള പപ്പാഞ്ഞാണ്. ഏതാണ്ട് 55 അടി ഉയരത്തിലുള്ള ഒരു പപ്പാഞ്ഞാണ്. ഒരുപക്ഷെ നേരത്തെ സംഘാടകൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പപ്പാഞ്ഞി കത്തിക്കുന്ന ഇവിടെയാണ്. ഗോവയിലെ പപ്പാഞ്ഞിക്കാൾ ഏതാണ്ട് 2-3 അടി ഉയരത്തിലുള്ള ഒരു പപ്പാഞ്ഞാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അങ്ങനെ ഒരു ഗംഭീരമായ ആഘോഷത്തിലേക്ക് പോകുന്നു. പപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അതിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. ഫയർഫോഴ്സിന്റെ അടക്കം അനുമതി ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളും പ്രായമായവരും അങ്ങനെ ഒത്തിരി പേർ ഈ ഫോർട്ട് കൊച്ചിയിലെ ആഘോഷം ഇവിടെ അത് അടിത്തിമിർത്ത് ആഘോഷിക്കാൻ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പപ്പാഞ്ഞിയെ കത്തിച്ചതിന് ശേഷവും ഏതാണ്ട് പുലർച്ചെ 2 മണിവരെ ഇവിടെ ആഘോഷമുണ്ടാകും. സംഗീത വിരുന്നൊക്കെ തന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി VIP-കളും ഒക്കെ ഈ ഒരു പപ്പാഞ്ഞിയിലെ ഫോർട്ട് കൊച്ചിയിലെ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാൻ ഇവിടേക്ക് എത്തും. ഇത്തവണ ഒരു പ്രത്യേകത, തൊട്ടടുത്ത് തന്നെ ഇന്റർനാഷണൽ ഗസ്റ്റ് എന്നൊരു പവലിയൻ അവിടെ, അതായത് വിദേശികൾക്കൊക്കെ തന്നെ ആഘോഷിക്കാനും അവർക്ക് നൃത്തം ചെയ്യാനൊക്കെ തന്നെ ഒരു പ്രത്യേക പവലിയൻ അവിടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ യാതൊരു തരത്തിലും ഈ വിദേശത്ത് നിന്ന് വരുന്നവർക്കും തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത സംഘാടകരും ഇവിടെ കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് ആ പവലിയൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ പരാതികളൊക്കെ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇക്കുറി അങ്ങനെ പരാതികളൊന്നുമില്ലാതെ നല്ലൊരു പുതുവർഷത്തെ ആഘോഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഫോർട്ട് കൊച്ചി. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ വെളി മൈതാനത്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരി, വെളി മൈതാനത്ത് നിന്ന് നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.